തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പഴമാണ്. കിലോ പഴത്തിന് മാർക്കറ്റിൽ 1000-1000 കൂടുതൽ വിലയുണ്ട്. പക്ഷെ നമ്മൾക്ക് അതനുസരിച്ച് വില കിട്ടും. ഈ ആൾക്കാർ കൂടുതൽ അന്വേഷിച്ച് വരുന്നത് ഈ പഴത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. മറ്റ് ഫ്രൂട്ട്സുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ജ്യൂസ് അടിക്കാം, പൈനാപ്പിൾ ഒഴികെ. ചൈനക്കാർ പുരാതന കാലം മുതൽ ചൈനക്കാർ ഇത് ഔഷധമായിട്ട് ഈ ചെടി ഇതിൻ്റെ കായ്കൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. 4-5 തൈകൾ നടണം. അപ്പോൾ ഇതിൽ എത്ര ആൺചെടി ആണാണ് പെണ്ണാണെന്ന് പുഷ്പിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ആൺചെടിയിലെ പൂക്കളെടുത്ത് പെൺചെടിയിലേക്ക് പരാഗണം നടത്താം. ഇതിങ്ങനെ ഈ പൂവിൻ്റെ ഏതൾ കളഞ്ഞിട്ട് ഈ കാണുന്ന ചുവപ്പ് പൊടി പൗഡറാണ്. ഈ പൗഡറാണ് ഈ ആമ്പൂവിനെ കൊണ്ട് നമ്മൾ പെൺപൂവിൻ്റെ എൻഡിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം ഈ പൗഡർ. അപ്പോൾ അത് ചുവന്ന കളർ വരും. 25 വർഷം വരെ ഇതിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കും. ഈ ഓലോറ്റിപ്പുഴു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ മരുന്നടിക്കില്ല. അതിന് പകരം നീറിനെ കയറ്റിയാണ് നമ്മൾ ഈ ഓലോറ്റിപ്പുഴുവിനെ നമ്മൾ നശിപ്പിച്ച് കളയും. ഗാക്ക് ഓയിൽ മേടിക്കാൻ കിട്ടും. 100 ഗ്രാമിന് ഏതാണ്ട് 1500 മുതൽ 2000 രൂപ വിലയുണ്ട്. 2 വിപണിയാണ്. ഒന്ന് പഴം, രണ്ടാമത് വിത്ത്. വളമല്ല ഇതിന് ഏറ്റവും പ്രധാനം. വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഏത് സമയത്ത് ഇത് വിളവെടുക്കും. എൻ്റെ പേര് കുഞ്ഞുമോൻ. ഞാൻ ഈ ഫ്രൂട്ട്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഗാഗൺ. ഇത് സ്വർഗത്തിലെ പഴമെന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇത് ഒരു വിദേശ പഴമാണ്. സ്കോട്ട്ലാൻഡാണ് ഇതിൻ്റെ സ്ഥലം. ചേട്ടൻ്റെ പേര് തങ്കച്ചൻ. കൃഷിയെപ്പറ്റി കൂടുതലും എനിക്ക് ഇത് കൂടുതൽ പ്രോത്സാഹനം തന്നത് ഇവിടെ ഈ തങ്കച്ചനാണ്. എൻ്റെ പേര് തങ്കച്ചനാണെങ്കിലും എന്നെ പൊതുവെ അറിയപ്പെടുന്നത് നെല്ലി ചെങ്ങമനാടെന്നാണ്. ഞാൻ അഗ്രികൾച്ചർ മേഖലയിൽ 25 വർഷത്തിന് മുകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ ടിവിയുടെ ഹരിത കേരളം എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ഈ മേഖലയിൽ എത്തുന്നത്. ഇപ്പോൾ സ്വസ്ഥമാണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സജീവമാണ്. എൻ്റെ സുഹൃത്താണ് ഈ കുഞ്ഞുമോൻ. ഇദ്ദേഹം ഇതിലേക്ക് വരുന്നത് ഇത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പഴമാണ്. ഇത് ഔഷധ മൂല്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഴമാണ്. ഇത് നമ്മുടെ കേരളത്തിലേക്ക് ഒരു 15 വർഷം മുമ്പാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ഇന്നും വ്യാവസായികമായ രീതിയിൽ ഇത് കൃഷി ചെയ്തു വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാനിലയ്ക്ക് ചെയ്ത പോലെ തന്നെ ഇതിന് പരാഗണം ആവശ്യമാണ്. പരാഗണം ഉണ്ടെങ്കിലേ നല്ല മികച്ച വലിപ്പമുള്ള കായകൾ ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ പ്രോബ്ലമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് മുകളിൽ ഇതിന് സൂപ്പർ മാർക്കറ്റിൽ വിലയുണ്ട്. പക്ഷേ കർഷകന് അതിൻ്റെ 1/3 പോലും കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ഇതിൽ പരീക്ഷണം എന്ന നിലയിലാണ് കുഞ്ഞുമോൻ ഈ കൃഷി തുടങ്ങിയത്. ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങി പുള്ളി ഒരു 850 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഏരിയയിലാണ് ടെറസിൻ്റെ മുകളിൽ ഈ കൃഷി പടർത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊക്കെ കിട്ടി പുള്ളി അത് കഴിച്ചു നോക്കി. അതിനുശേഷം പുള്ളിക്ക് എറണാകുളത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇതിൻ്റെ വിൽപ്പനയ്ക്കുള്ള വഴി തെളിഞ്ഞു വന്നു. അപ്പോൾ അതിലേക്ക് അവിടെ കൊടുത്ത് ഒരുമാതിരി മെച്ചപ്പെട്ട വരുമാനം കിട്ടി തുടങ്ങി. പിന്നെ ഇതിനെ തേടി ആൾക്കാർ വരുന്നുണ്ട്. ഈ ആൾക്കാർ കൂടുതൽ അന്വേഷിച്ച് വരുന്നത് ഈ പഴത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത് ക്യാൻസർ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നല്ലൊരു പഴമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കൗണ്ടിൻ്റെ കുറവ് നിയന്ത്രിക്കാനും നമ്മുടെ സ്കിന്നിന് ആരോഗ്യകരമാക്കി സംരക്ഷിക്കാനും ഉള്ള കഴിവ് ഈ ഫലത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പല രോഗങ്ങളെയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇതിൻ്റെ ജ്യൂസ് ആയിട്ട് കഴിക്കേണ്ടത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇത് കഴിക്കണം. രാവിലെ കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കഴിച്ചാലേ ഏറ്റവും കൂടുതൽ ഗുണമുള്ളൂ. വൈകിട്ടാണെങ്കിൽ രാത്രി നമുക്കത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിച്ചുകൊണ്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രൂട്ട് 3 കളറുകളായിട്ടാണ് ഉണ്ടാകുന്നത്. ആദ്യം പച്ചയാണ് കായ ഉണ്ടായിക്കഴിഞ്ഞ് കിട്ടുന്നത് പച്ച. ഈ പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്ക് മാറുന്നതിന് മുമ്പായിട്ട് ഇത് പറിച്ചെടുത്ത് പാവയ്ക്ക പോലെ കറി വയ്ക്കാൻ സാധിക്കും. നമ്മൾ പരാഗണം നടത്തി കായ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച കളർ മാറുന്നതിന് മുമ്പായി നല്ല കടും പച്ച കളറിലുള്ളപ്പോൾ പറിച്ചെടുത്ത് നമുക്ക് പാവയ്ക്ക പോലെ കറിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മൾ പയറിൻ്റെ ഇല എടുത്ത് കറിക്ക് ഉപയോഗിക്കുന്നത് പോലെ ഇതിൻ്റെ ഇലകളും കറിക്ക് ഉപയോഗിക്കാം. മഞ്ഞ കളറിലേക്ക് പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്ക് മാറി പിന്നെ ചുവപ്പിലേക്ക് വരുന്ന സമയത്താണ് ഇത് എക്സ്പോർട്ടിനായിട്ട് എടുക്കുന്നത്. കാരണം ചുവപ്പ് വന്ന് തുടങ്ങുമ്പോൾ എക്സ്പോർട്ടിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2 ആഴ്ചയോളം ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അതുപക്ഷം നമ്മൾ തൊട്ട് അടുത്ത് നമ്മുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ തൊട്ടുള്ള മാർക്കറ്റുകളിലേക്കോ കൊടുക്കാൻ ഇത് പറിക്കുന്നത് നല്ല ചുവപ്പ് കളർ വന്നതിന് ശേഷമാണ്. അങ്ങനെയുള്ള പഴം നമുക്ക് ഫ്രിഡ്ജിലോ മറ്റൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 ആഴ്ച വരെ അത് കേടുകൂടാതെ ഇരിക്കും. ഇതിൻ്റെ അകത്തുള്ള കഴമ്പാണ് പ്രധാനമായിട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് നിറച്ച് കുരുക്കളുണ്ട്. ആ കുരുക്കളാണ് വിത്തുകളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ പൊതിഞ്ഞുകൊണ്ട് കുറച്ച് പൾപ്പുണ്ട്. ഈ പൾപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളവും ഈ പൾപ്പും ചേർത്താണ് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ആ ഔഷധ ഗുണങ്ങൾ നിലനിർത്തണമെങ്കിൽ പഞ്ചസാര ഒരു കാരണവശാലും മധുരത്തിനായിട്ട് ഉപയോഗിക്കരുത്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു രുചിയോ മധുരമോ ഒന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് ഇത്തിരി രുചികരമാക്കണമെങ്കിൽ പഞ്ചസാര ചിലവർ ചേർക്കും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഔഷധ മൂല്യം കിട്ടില്ല. നമ്മൾ പനഞ്ചക്കരയാണ് ഏറ്റവും നല്ലത്. പനഞ്ചക്കര ചേർക്കാം. പിന്നെ മറ്റ് ഫ്രൂട്ട്സുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ജ്യൂസ് അടിക്കാം. പൈനാപ്പിൾ ഒഴികെ. പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ ഔഷധ ഗുണം കുറയും. അപ്പോൾ അങ്ങനെ ജ്യൂസായിട്ടാണ് കഴിക്കുന്നത്. ഇത് വെറുതെ കഴിക്കാൻ നമുക്ക് മധുരവും ഒന്നുമില്ലാത്ത ആ ജ്യൂസായിട്ട് തന്നെ കഴിച്ചാൽ അത് ഏറ്റവും ഗുണം കൂടുതലാണ്. അങ്ങനെ കഴിക്കുന്നവരുണ്ട്. മിക്കവാറും രോഗികളായിട്ടുള്ള ക്യാൻസർ രോഗികളെല്ലാം മിക്കവാറും അത് തനിച്ചാണ് പലരും കഴിക്കുന്നത്. തനിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വേഗം എത്തുകയും ചെയ്യും. ഇത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ പഴം കൃഷി കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനയിൽ ഇത് നല്ല രീതിയിലുണ്ട്. ചൈനക്കാർ പുരാതന കാലം മുതൽ ഇത് ഔഷധമായിട്ട് ഈ ചെടി ഇതിന്റെ കായകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത് കുഞ്ഞുമോന്റെ മരുമോന്റെ വീട്ടിലാണ്. അതിന്റെ അടുത്ത് ഈ കൃഷി ചെയ്തൊരു ആക്കടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി അത് കാണുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു തൈ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹമായിട്ട് കൂടുതൽ അതേക്കുറിച്ച് പറയുകയും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതുണ്ടായി വന്നപ്പോഴും നമ്മുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും വർഷമായിട്ടും നല്ല ഒരുമാതിരി ഉണ്ടാവുന്ന പഴങ്ങളെല്ലാം മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് തന്നെ പുള്ളിക്ക് പിടിച്ച് നിൽക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പുള്ളി തയ്യാറായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പുതിയതായിട്ട് വരുന്ന കർഷകർ വ്യവസായികമായ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിനും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനും ഉള്ള രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്താലും പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 ആൺ പെൺ ചെടികളുണ്ട്. ഈ ആൺ പെൺ ചെടികൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നടുമ്പോൾ എപ്പോഴും ഒരു 4 or 5 തൈകൾ നടണം. അപ്പോൾ ഇതിൽ എത്ര ആൺചെടി ആണാണ് പെണ്ണാണെന്ന് പുഷ്പിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് കായ്ക്ക് ഒരു 250 ഗ്രാമിന് മുകളിൽ തൂക്കം കിട്ടണമെങ്കിൽ ആൺചെടിയിലെ പൂക്കളെടുത്ത് പെൺചെടിയിലേക്ക് പരാഗണം നടത്തണം. ഈ പരാഗണം നമ്മൾ സ്വയം നടത്തിയാൽ മാത്രമേ വലിപ്പം കിട്ടുള്ളൂ. നാച്ചുറലായിട്ടുള്ള പരാഗണം ഈച്ചകളിൽ കൂടിയുള്ള പരാഗണം വളരെ കുറവായിരിക്കും. അതിൽ കൂടി വലിപ്പം ഈ ഉദ്ദേശിച്ച വലിപ്പം കിട്ടില്ല. നമ്മൾ സ്വയം പരാഗണം ചെയ്യുമ്പോൾ കൂടുതൽ വലിപ്പം കിട്ടും. പരാഗണം ചെയ്യേണ്ടത് എപ്പോഴും രാവിലെ ചെയ്യണം. സൂര്യൻ്റെ ഈ വെയിൽ ശക്തമാകുന്നതിന് മുമ്പായിട്ട് ചെയ്താൽ മാത്രമേ പരാഗണം ക്ലിയർ ആവുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല പഴം കിട്ടുള്ളൂ. ഇതാണ് ആമ്പൂവ്. ഇതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാവില്ല, കായ ഉണ്ടാവില്ല. ഇതിങ്ങനെ ഈ പൂവിൻ്റെ ഏതൾ കളഞ്ഞിട്ട് ഈ കാണുന്ന ചുവപ്പ് പൊടി പൗഡറാണിത്. ഈ പൗഡറാണ് ഈ ആമ്പൂവിനെ കൊണ്ട് നമ്മൾ പെൺപൂവിൻ്റെ എൻഡിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം ഈ പൗഡർ. അപ്പോൾ അത് ചുമന്ന കളവ് വരും. ഇതുപോലെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ നല്ല മഴ ശക്തിയായ മഴയാണ്. ഇങ്ങനെ പരാഗണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ താത്തി
എന്നാലല്ല വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ താത്തി വയ്ക്കും. അപ്പോൾ വെള്ളം വീഴില്ല. അപ്പോൾ ആ പൂമ്പൊടി ഒരു കാരണവശാലും പോവില്ല. അങ്ങനെ ഒരു മണിക്കൂർ മതി ഇത് ഈ പൂമ്പൊടി ഇതുമേ പറ്റി പിടിച്ച് കാണും. ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ നടുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാന വളമായിട്ട് നൽകിയാൽ മതി. കോഴി വളവും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള പച്ചിലകൾ ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ ആ ഇതിൽ വളർന്നു വരുന്ന തൈ അതിൽ വളർന്നു പോകുന്നുള്ളൂ. വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വളം ചെയ്യണമെന്നില്ല. വളം ചെയ്തെന്ന് കഴിയും കുഴപ്പമില്ല. വർഷത്തിൽ 2 വളം ചെയ്താലും നല്ലതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പടർത്തിക്കഴിഞ്ഞ് 25 വർഷം വരെ ഇതിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കും. പക്ഷേ ഇത് നമുക്ക് ഓരോ സമയത്തെയും വിളവ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വിളവ് കുറഞ്ഞ് ആകെ ചാന്തമാകുമ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റണം, പ്രൂണിങ് നടത്തണം. പ്രൂണിങ് നടത്തി കഴിയുമ്പോൾ പുതിയ ശാഖകൾ വരുമ്പോൾ അതിൽ പൂക്കൾ കൂടുതലായിട്ടുണ്ടാവും, കൂടുതൽ വിളവ് കിട്ടും. നമ്മൾ കായകൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ശിഖരങ്ങൾ ചിലർ വളർത്ത് നിന്നുണ്ടാവും. ആ ശിഖരങ്ങളെല്ലാം നമ്മൾ നോക്കി കട്ട് ചെയ്യണം. പിന്നെ ഇതിൽ കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടണം. പിന്നെ ഇലകൾ തിങ്ങി സൂര്യപ്രകാശം താഴേക്ക് വരുന്നില്ലെങ്കിൽ ഇലകൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് ഇന്ന് ഓലോറ്റിപ്പുഴുവാണ്. ഈ ഓലോറ്റിപ്പുഴു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മരുന്നടിക്കില്ല. അതിന് പകരം നീറിനെ കയറ്റിയാണ് നമ്മൾ ഈ ഓലോറ്റിപ്പുഴുവിനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അതാണ്. അല്ല, മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിലേക്ക് മരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് പഴം വലിച്ചെടുക്കും. അങ്ങനെ വന്നാൽ നമുക്ക് കഴിക്കുന്നവർക്കത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മരുന്നടിക്കാതെ ഒരു ജൈവ കൃഷി പോലെ ഒരു കിലോ പഴത്തിൽ നിന്ന് മാർക്കറ്റിൽ 1000-1000 കൂടുതൽ വിലയുണ്ട്. പക്ഷെ നമ്മൾക്ക് അതനുസരിച്ച് വില കിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ഈ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വില ഞാൻ വാങ്ങിക്കും. ഇപ്പം നിലവിൽ നമുക്ക് പഴം കുറവാണ്, ചുവന്ന് വന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഒരു വിപണി നമുക്ക് നിലവിലിപ്പോഴുണ്ട്. എല്ലാ സീസണും ഇതിൽ ഈ പഴം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ തണ്ട് ഇങ്ങനെ വലിയ വന്ന തണ്ടുകൾ നമ്മൾ ചെറിയ മുറിച്ച് കളഞ്ഞാണെങ്കിൽ അടുത്ത ശിഖരങ്ങൾ വന്നു ആ ശിഖരത്തിൽ അപ്പം തന്നെ പൂവാക്കിയും പഴം ഉണ്ടാവുകയും ചെയ്യും. ജാക്ക് ഫ്രൂട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്രശ്നമായതുകൊണ്ടാണ് ഇത് കൂടുതലും ആൾക്കാർ പലരും കൃഷി ചെയ്തിട്ട് ഇത് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ പഴം കഴിക്കാൻ പലർക്കും ഇപ്പോഴും വ്യക്തമായിട്ട് ശരിക്കും എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് രുചിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇത് വീണ്ടും ജ്യൂസൊക്കെ അടിച്ച് ആൾക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റ് രുചി ഉണ്ടാവാൻ വേറൊരു ഫ്രൂട്ട് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ആ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ പോരെ, ഇതും കൂടി ചേർക്കണേതിനാ. പിന്നെ ഇത് കൂടുതലും വരുന്നത് ഈ ക്യാൻസർ രോഗികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് അവർ അന്വേഷിക്കലാണ്. അവർ എത്ര രൂപ കൊടുത്താലും വാങ്ങാൻ അവർ തയ്യാറാണ്. പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്ന ഒരു പഴമായതുകൊണ്ട് ആ തരത്തിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പലർക്കും കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ കൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് കുട്ടികൾ ഉണ്ടാവാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആ പ്രശ്നങ്ങൾക്ക് മരുന്നിനേക്കാളും ബെറ്റർ ഇതാണെന്നാണ് പറയണത് ഈ ജ്യൂസ്. ഇത് പാരമ്പര്യമായിട്ട് തന്നെ ഈ രീതിയിൽ ഇത് ചൈനക്കാരും വിയറ്റ്നാംകാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പം അതിലേക്ക് അങ്ങനെ അത്രയും ഔഷധ മൂല്യമായിട്ടാണ് ഇപ്പോൾ പലരും ഇത് സ്വീകരിക്കുന്നത്. കാരണം ഇത് പിന്നെ മാർക്കറ്റിൽ പിന്നെ ഇതിൽ ചെയ്യാവുന്ന മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് പാവയ്ക്ക പോലെ ചെറുത്. അതിപ്പോൾ കർഷകനെ സംബന്ധിച്ച് കാരണം പാവയ്ക്കയുടെ വില പോലും അത് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു മാർക്കറ്റ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റായി പിന്നെ ആൾക്കാരത് സ്വീകരിച്ച് വരണമല്ലോ. അത് നമ്മുടെ ആൾക്കാർ അത്രയും അതിലേക്ക് എത്തിയിട്ടില്ല. അവർ അതിൽ നിന്ന് പിന്മാറുന്നത് അതുകൊണ്ട് പിന്നെ ഇനി വ്യവസായ കൃഷിയിലേക്ക് വരുമ്പോൾ ഇത് നോക്കി പിടിച്ച് പന്തലൊക്കെ ഇട്ട് വരുമ്പോൾ പലർക്കും പറ്റുന്നത് സൂപ്പർ മാർക്കറ്റുകൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രധാന നഗരപ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിക്കാൻ വരുന്ന ബുദ്ധിമുട്ട് കാരണം പഴം മാർക്കറ്റുകളിലേക്ക് എത്തിക്കുമ്പോൾ ചുമന്ന പഴമായിരിക്കണം. ഇതിന് ചതവ് വരാൻ പാടില്ല, മറ്റ് കേടുപാടുകൾ ഉണ്ടാവാൻ പാടില്ല. കുറഞ്ഞത് 250 ഗ്രാമിന് മുകളിലുള്ള പഴങ്ങളായിരിക്കണം. അത് ചതയാണ്ടും ഇതായിട്ട് ഇതിന് ഒരു കേടുപാടും തെറ്റാതെ ഇത് മാർക്കറ്റിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ പല കർഷകർക്കും ചിലപ്പോൾ ഓരോ ദിവസം വിളവെടുക്കാൻ പറ്റുന്നത് 5-10 കിലോ ആയിരിക്കും. ഈ 5-10 കിലോ കൊണ്ട്
അവന് പോയി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കിട്ടുന്ന ആ പ്രതിഫലം അവൻ്റെ യാത്രയ്ക്ക് പോലും തരില്ല. അപ്പോൾ അത് വരുമ്പോൾ അവന് ഇത് ആരും കൃഷിയിടത്തിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നില്ല. വാങ്ങിക്കൊണ്ടുപോകുന്നവർ 1-2 പഴത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവർക്കിടേതായ ആവശ്യത്തിന്. അതല്ലാതെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച മാർക്കറ്റിംഗ് ഇതിനില്ലാത്തത് കൊണ്ടാണ് പലരും ഈ മേഖലയിൽ സജീവമാകത്തത്. കാരണം ഉണ്ടായിരുന്നവർ തന്നെ പലരും തുടരുന്നില്ല, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും. ഇന്ന് നമുക്ക് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല വലിയ സൂപ്പർ മാർക്കറ്റിലും ഗാക്ക് ഓയിൽ മേടിക്കാൻ കിട്ടും. 100 ഗ്രാമിന് ഏതാണ്ട് 1500 മുതൽ 2000 രൂപ വിലയുണ്ട്. ഇതിൻ്റെ ഓയില് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടാണ് ചൈനക്കാർ ഉപയോഗിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ അവർ ചൈന, വിയറ്റ്നാം ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഓയിൽ കൂടുതൽ വരുന്നത്. കുരു പാകി മുളപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടൈം കൂടുതൽ. സാധാരണ വിത്ത് പാകിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുളയ്ക്കുമെങ്കിൽ ഇത് മുളയ്ക്കാൻ 1.5 മാസം മുതൽ 2.5 മാസം വരെ ടൈം എടുക്കും. ഇത് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പടർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പുഷ്പിച്ചു തുടങ്ങാം. നല്ലൊരു വിളവ് കിട്ടുമ്പോഴേക്കും ഒരു 6 മാസമെങ്കിലും കഴിയുമ്പോഴേക്കും സാമാന്യം നല്ല വിളവ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ പൂ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഈ തൈ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10 പെൺചെടിക്ക് ഒരു ആൺചെടി വ്യാവസായിക കൃഷിക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ 5-6 തൈ ഇടുമ്പോൾ ഒരു പെൺചെടിയോടൊപ്പം ഒരു ചെടിയെങ്കിലും ആൺചെടി വേണം. എന്നാലേ ഇതിൻ്റെ പരാഗണം നടത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വേറെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു ആണിന്ന് പൂ കൊണ്ടുവന്ന് നമ്മൾ പരാഗണം ചെയ്യേണ്ടി വരും. ആൺചെടികൾ നമ്മൾ ഒരു തോട്ടത്തിൽ ആവശ്യം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ തൈകൾ പറിച്ചു മാറ്റണം. നമ്മുടെ ആവശ്യത്തിന് ഒരു തൈ നിർത്തിയാൽ മതി. കാരണം ഒരു 10 തൈ വരെ ഒരു തൈ നിർത്തിയാൽ മതി. 2 വിപണിയാണ്. ഒന്ന് പഴം, രണ്ടാമത് വിത്ത്. വിത്ത് നമ്മൾ സാധാരണ നമുക്ക് ഇവിടെ ചില ആൾക്കാർ വിളിച്ചു ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ കൂടുതലും പോണത് പഴമാണ്. 15 വിത്തിന് ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 300 രൂപയ്ക്കാണ്. വളമല്ല ഇതിന് ഏറ്റവും പ്രധാനം, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഏത് സമയത്ത് ഇത് വിളവെടുക്കാം. നല്ല സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ്. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഇത് വളരില്ല, ചീഞ്ഞുപോകും. വേനൽക്കാലത്ത് നന വളരെ അത്യാവശ്യമാണ്. നന കുറഞ്ഞു കഴിഞ്ഞാൽ കാപിടുത്തം കുറയും. ഈ വർഷം ആദ്യത്തെ വേനൽ മഴ നല്ലൊരു കാറ്റുണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായ സമയത്ത് ഒരു 60,000 രൂപയുടെ പഴമെങ്കിലും നശിച്ചു പോയി. കാറ്റത്ത് പന്തലിടിഞ്ഞ് വീണു. അതുകൊണ്ട് ഭയങ്കര ഒരു നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ നല്ല രീതിയിൽ വീണ്ടും ഇതുപോലെ പന്തലിട്ടാണ് വീണ്ടും ഈ മനോഹരമായ രീതിയിൽ പന്തലിട്ട് ഇത്ര പഴം നമ്മൾ ഉണ്ടാക്കി കിട്ടുന്നത്. ഗാക്ക് ഫ്രൂട്ടിന് നമ്മൾ സാധാരണ പാവല് മറ്റേത് പടർത്തുന്ന പോലെയുള്ള ബലക്കുറവുള്ള പന്തൽ പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ള പന്തൽ വേണം. കാരണം ഇതിൻ്റെ കായ്ക്ക് വെയിറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഈ കായ്ക്ക് മാത്രമല്ല ഇതിൻ്റെ ഇലയ്ക്കും ഒക്കെ വെയിറ്റ് കൂടുതലാണ്. കൂടുതൽ പഴങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതിന് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ്. കാരണം ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ചില തൂണുകളായിരുന്നു. അതുപിന്നെ ഈ താങ്ങി വന്നപ്പോൾ കാറ്റ് വന്നപ്പോൾ അത് ഉറപ്പല്ലാത്തത് കൊണ്ട് മറിഞ്ഞു പോയതാണ്. കാരണം നല്ല കാ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അത് മറിഞ്ഞത്.